ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്നൊരു ഹിഡൻ സ്പോട്ടിലോട്ട് പോവാണ്. അതായത് ഇവിടെ ചോലക്കുന്ന് ഏട്ടൻ്റെ വീട്ടിൻ്റെ അവിടെ ഒരു ഹിഡൻ സ്പോട്ട് ഉണ്ടെന്നാണ് പറയുന്നത്. ഒരു കാട്ടിനുള്ളിൽ ഒരു ഭീകരമായ ഒരു സംഭവമുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് അത് എന്താന്ന് പോയിട്ട് നോക്കാം. ഞാൻ പോയിട്ടില്ല, ആദ്യമായിട്ടാണ് പോണത്. അപ്പോൾ നമുക്കൊന്ന് അതുവരെ പോവാം. ഞാനൊന്ന് റെഡി ആവണം. നിധി അവിടെ കിടക്കുന്നുണ്ട്, അവളെ ഒന്ന് ഉറക്കിയിട്ട് വേണം പോവാൻ. പിന്നെ നിത്തു ഇവിടെ വാശി പിടിച്ചിട്ടിരിക്കുന്നുണ്ട്, എന്തെന്നറിയാത്ത വാശിയില്ല അവള്. അപ്പോൾ അവളെ ഒന്ന് സെറ്റാക്കി ഞങ്ങൾ മൂന്നാളും കൂടി പോകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വഴിയെ വീഡിയോയിലെല്ലാം കാണാം. നിത്തു ഹായ് പറ, ഹായ് പറ. നിത്തുവിന്റെ തലമുടി മുടി കാണിച്ചു കൊടുക്ക്. അതില് റബ്ബർ പെയിന്റ് ഇട്ടിരിക്കുന്നുണ്ട്, കുഞ്ഞ് റബ്ബർ പെയിന്റ്. ഇതോ ഇത് എടുക്ക്. ഞങ്ങൾ പറഞ്ഞാൽ കേൾക്കില്ല, ഞങ്ങൾ ഭയങ്കര വാശിയിലാണ്. ഇത് വരുന്നുണ്ടോ? അച്ഛക്കൂടെ വരുന്നുണ്ടോ? അച്ഛക്കൂടെ അമ്മ കൂടെ നമുക്ക് എന്തിലാ പോണ്ടേ? ബുള്ളറ്റിൽ പോണോ സ്കൂട്ടിയിൽ പോണോ? പെപ്പ് എടുക്ക്. ആ പാല് മുഴുവൻ കുടിക്കേ. ഞങ്ങളൊന്നും ചെയ്യില്ല. ആ ചെരുപ്പ് ഓക്കെ, താഴെ ഇട്. പുതിയ ചെരുപ്പ്, അയ്യോ പുതിയ ചെരുപ്പാണ് കേട്ടോ അത്. ഇതല്ലല്ലോ പുതിയ ചെരുപ്പ്, വേറെ അല്ലേ പുതിയ ചെരുപ്പ്. ആ ഇത് വീട്ടിലിരുന്ന പുതിയ ചെരുപ്പാന്നാണ് അവൾ ഉദ്ദേശിച്ചത്. ആ ഓക്കെ, നേരെ ഇട്, തിരിച്ചിട്. നേരെ നേരെ നേരെ, ആ നേരെ കറക്റ്റ് ആയിട്ട് ഇട്. ആ ഓക്കെ ഇട്, വെരി ഗുഡ്. പിന്നെ നിത്തു എപ്പോഴും ചെരുപ്പ് കറക്റ്റ് ആയിട്ട് ഇടുള്ളൂ കേട്ടോ. അവൾ എപ്പോഴും തിരിഞ്ഞിട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ അവൾ കാലയച്ചിട്ട് അവൾ കറക്റ്റ് ആക്കി ഇടും. ആ ഒരു കാര്യത്തിലുള്ള ഗുഡ് ഗേളാണ്. ഫസ്റ്റ് മുതൽ ചെറുപ്പം മുതൽ ഞാൻ ആ ഒരു കാര്യത്തിൽ ഇവളുടെ കാര്യത്തിൽ ഓക്കെയാണ്. ഇവളെല്ലാം കറക്റ്റായിട്ട് അത് ചെയ്യുള്ളൂ. തിരിച്ചിട്ട് നടക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. എവിടേക്കാ? ടാറ്റാ ടാടാ. ആ ശരി ഓക്കെ. ഇത് ആരെയും മുടി വെക്കിട്ട് തന്ന്? ഏതച്ഛമ്മ ഇട്ട് തന്ന്? പറഞ്ഞു കൊടുക്ക്. നോക്ക്, മുടി കാണിച്ചു കൊടുക്ക്. ചുവപ്പായിട്ടുണ്ട് മുടി. ഇത് പോവാ, ടാറ്റ പോവാ. ആ പോവാണ്, ഓക്കെ ബൈ, സീ യു. ആ അവിടെ ചൂടുണ്ടോ? ടാറ്റ ബൈ. അച്ഛ വരുന്നുണ്ടോ? ഓക്കെ അച്ഛ വരുന്നുണ്ട്, അല്ലാതെ ഞാൻ ഈ വണ്ടി എടുക്കില്ല എന്ന് അവൾക്കറിയാം. അമ്മയുടെ സ്കൂട്ടിയിൽ പോയാലോ? സ്കൂട്ടി പോണോ? അച്ഛനുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ബുള്ളറ്റ് പോകാനാണ് ഇഷ്ടം. സ്കൂട്ടി അത്ര ഇഷ്ടമില്ല. അച്ഛനില്ലാത്തപ്പോൾ എൻ്റെ പിന്നാലെ വലിഞ്ഞേറി വരും. അത് ഞാൻ മാത്രമല്ലേ ഉള്ളൂ, അതുകൊണ്ടാ. ഏത്താ മിടുക്കത്തെ ഇതറിയോ? ഓക്കെ ബൈ പറ, നമുക്ക് പോവാം. ടാറ്റാ ബൈ പറ. ബൈ ഓക്കെ. നമ്മൾ ആ സ്ഥലത്തേക്ക് പോവാണ്. എല്ലാവരും ഉണ്ട് കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടി എൻ്റെ വണ്ടിയിലാണ് പോണ്. ഞങ്ങളുടെ ക്യാമറമാൻ ഒളിഞ്ഞിരിക്കുകയാണ്, ഞങ്ങൾ കാണിക്കില്ല കേട്ടോ ആരാന്ന്. അങ്ങനെ ഞങ്ങൾ ആ സ്ഥലത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. എൻ്റെ വണ്ടിയിൽ ഞാനും തക്കും, നിത്തു പിന്നെ എൻ്റെ വണ്ടിയിൽ കയറണം കേട്ടോ. ഒരേ വാശിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ മൂന്നാളും എൻ്റെ വണ്ടിയിലായിരുന്നു. അപ്പോൾ നമ്മൾ പാലെത്തി. ഇവിടെയാണ് പാലം, സോറി ജസ്റ്റ് ചെറിയ പാലമൊക്കെ ഉണ്ട് കേട്ടോ പാടത്തിൻ്റെ സൈഡ്. പാലം നല്ല രസമാണ്. അപ്പോൾ ബാക്കി അവിടെ എത്തിയിട്ട് പിന്നെ ഇവിടെ വന്ന് നമുക്ക് നിൽക്കാം. ലൈറ്റ് പോയാലോ വേണ്ടി ഇവിടെ നിന്ന് എടുത്താൽ മതി. അതെ, നമ്മൾ വരുമ്പോഴേക്കും പിന്നെ ഇരുട്ടായ പിന്നെ ഇതൊന്നും കാണാൻ പറ്റില്ല. അതുകൊണ്ട് പിന്നെ അവിടെ നിർത്തിയിട്ട് എടുത്തെന്നുള്ളൂ. അത് ഈ രണ്ട് സൈഡ് പാടത്തിൻ്റെ സൈഡ് നടുവിലൂടെ റോഡ് പോകുന്നുണ്ട്. അതിൻ്റെ തൊട്ട് സൈഡിലൊരു ചെറിയ പാലം, അത്രയേ ഉള്ളൂ. ആ പാലത്തിലിങ്ങനെ ഇവർ ഏട്ടൻ്റെ ഫ്രണ്ട്സ് അങ്ങനെ പിള്ളേരെല്ലാവരും അവിടെ ഇങ്ങനെ വൈകിട്ട് അവിടെ പോയി ഇങ്ങനെ ഇരുന്ന് നല്ല രസമായിട്ട് മീൻ പിടിക്കാനൊക്കെ അങ്ങനെ ഇരിക്കണതാണ്. ഞങ്ങളിങ്ങനെ ഇതിന് നടക്കാനൊക്കെ വരും. പക്ഷേ ഇവിടെ ഞങ്ങളുടെ റോഡ് ഭയങ്കര മോശമാണ്. ഫോറസ്റ്റ് ഏരിയ സ്റ്റാർട്ടായി. ഇവിടെ ഞങ്ങളുടെ ഫോറസ്റ്റാണ്. കുറേ റബ്ബറും കാടും ഫുൾ. രാത്രിയിൽ ഇതിന് വരിക പറഞ്ഞാൽ തന്നെ ഭയങ്കര പേടിയെടുക്കാൻ. ഒരു സ്ട്രീറ്റ് ലൈറ്റ് പോലും ഇല്ല. ഫുൾ ഇരുട്ട് പറഞ്ഞാൽ ഫുൾ ഇരുട്ടായിരിക്കും. നടുവിലൂടെ ഒരു റോഡ് മാത്രമേ ഉള്ളൂ. എനിക്ക് സത്യം പറഞ്ഞാൽ പകൽ വരെ എനിക്കിതിന് വരെ ഒറ്റയ്ക്ക് വരാൻ പേടിയാണ്. കാരണം ഫുൾ കാടാണ്. ഒരാളെ വിളിച്ചാൽ അറിയില്ല, വീടുകളില്ല. അതുകൊണ്ട് തന്നെ നല്ല പേടിയായിട്ടോ. അങ്ങനെ നമ്മൾ പള്ളീൻ്റെ എൻട്രൻസ് എത്തി. ഈ സൈഡിലൂടെ ആയിട്ടോ നമ്മൾ പോകേണ്ടത്. അങ്ങനെ നമ്മൾ മെല്ലെ പോയിക്കൊണ്ട് അതിൻ്റെ സൈഡിൽ തന്നെ കോറി വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ പുതുതായി വന്നതാണ് കോറി. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറാൻ പറ്റുമെന്ന് അറിയില്ല, ക്ലോസ് ആണ്. അതാണ് അതിൻ്റെ എൻട്രൻസ് കോറിയുടെ. അതിലൂടെ പോയി നോക്കാം നമുക്കൊരു പ്രാവശ്യം എന്തായാലും.
എത്തിയിട്ടോ, ഇനി കുറച്ച് ദൂരം കൂടെ ഉള്ളൂ. അപ്പോൾ നമുക്ക് പോവാം. പോയി ശരിക്കും പറഞ്ഞൊരു കാടെത്തിയിട്ടോ. കുറ്റിക്കാടിൻ്റെ നടുവിലാണ് ഈ ഒരു പള്ളി ഇരിക്കുന്നത്. ഫുൾ ഫോറസ്റ്റാണ്, അതാണ് പേടി. ഇങ്ങോട്ടൊന്നും ഒറ്റയ്ക്ക് വരിക പറഞ്ഞാൽ ഭയങ്കര റിസ്ക്കാണ്, ആരും ഉണ്ടാവത്തില്ല. അപ്പോൾ ഇതാണ് ആ ഹിഡൻ സ്പോട്ട്, അതാണ് പള്ളി. ഫുൾ കാടാണ്, ഫോറസ്റ്റാണ് ഇവിടെ ഫുള്ളും. ഫോറസ്റ്റിൻ്റെ ഇടയിലൊരു പള്ളി. പക്ഷെ ഇവിടെ അങ്ങനെ ആർക്കും അറിയില്ല, എനിക്കൊന്നും അറിയത്തില്ല ഇവിടെ പള്ളി ഉണ്ടെന്ന്. പക്ഷെ ദൂരെ നിന്ന് ആൾക്കാർ കുറേ പേര് വരാറുണ്ട്. തട്ടിക്കശ്ശേരി മുളയൻകുഴി പള്ളി. നമുക്ക് പള്ളീൻ്റെ അടുത്തേക്ക് പോയി നോക്കാം. ഞാൻ ആദ്യമായിട്ടാണ്. പക്ഷേ ഇവിടെ വന്നിട്ട് ഫുൾ കാടാണ്ടോ, ഫോറസ്റ്റ് ഏരിയയാണ് ഇവിടെ വന്നിട്ട്. ഏട്ടൻ്റെ വീട് കഴിഞ്ഞാൽ ഒരു 4-5 വീട് കഴിഞ്ഞാൽ ഫുൾ ഫോറസ്റ്റിലോട്ട്. ആ പാടം കഴിഞ്ഞാൽ പിന്നെ ഫോറസ്റ്റാണ് കേട്ടോ, മൊത്തം ഫോറസ്റ്റാണ്. ഇവിടെ വന്നിട്ട് നമുക്ക് ദൂരെ നിന്ന് ആൾക്കാർ ഇങ്ങനെ ചോദിക്കും പള്ളി എവിടെയെന്നൊക്കെ കണ്ട്, ചിലപ്പോൾ വീട്ടിൻ്റെ അവിടെ വന്നിട്ട് ഏത് വഴിയെന്നൊക്കെ ചോദിക്കും. അങ്ങനെ അറിയാം. പക്ഷേ അല്ലാതെ ഇവിടെ അടുത്തുനിന്ന് അങ്ങനെ ആരും ഇല്ല, എപ്പോഴും തുറക്കൊന്നുമില്ല തോന്നുന്നു കേട്ടോ. എന്തോ ഒരു ദൂരെ നിന്നൊക്കെ ആൾക്കാർ വരുമ്പോൾ സംഭവം അറിയത്തില്ല. പക്ഷേ ഒരു പള്ളി, ആരും ഇല്ലാന്നാണ് തോന്നുന്നത്. പേടിയുണ്ട് കേട്ടോ പോവാൻ. കാണിച്ചാൽ അതാ കണ്ടതാണ് പള്ളി. എന്താ ഫുൾ കാടാണ്, എന്താ കാടിൻ്റെ അകത്ത് ഒരു പള്ളി. അപ്പോൾ ഇതാണ് ഏട്ടൻ പറഞ്ഞൊരു ഹിഡൻ സ്പോട്ട്. അപ്പോൾ ഇതാണ് പള്ളി ലോക്കാണ് കേട്ടോ. നമുക്കങ്ങനെ കാണാനൊന്നും പറ്റില്ല, ഫുൾ ലോക്കാണ്. ആരുമില്ല, ഒരു മനുഷ്യനെ കുഴപ്പമില്ല, ആരുമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ പള്ളി. ഈ പള്ളി അങ്ങനെ വിശേഷ ദിവസങ്ങളിൽ മാത്രമേ ഓപ്പൺ ആവുള്ളൂ തോന്നുന്നു കേട്ടോ, അതുകൊണ്ട് ആരുമില്ലാത്ത. ഇതാണ് രഞ്ജോട്ടൻ പറഞ്ഞൊരു ഹിഡൻ സ്പോട്ട്. ഞാൻ എന്താണെന്നാവോ വിചാരിച്ചു കേട്ടോ. സംഭവം ഇവിടെ ഒരു ഫുൾ ഫോറസ്റ്റിനകത്ത് ഒരു പള്ളി, ആരുമില്ല കേട്ടോ, മനുഷ്യന്റെ കുട്ടിയില്ല. പക്ഷെ ഇത് ഫേമസ് ആണല്ലേ ഏട്ടാ, ഒരുപാട് പഴക്കമുള്ള പള്ളിയാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ വന്നിട്ട് ദൂരെ നിന്നൊക്കെ ആൾക്കാർ വരാറുണ്ട്. അടുത്ത് നമ്മൾ അങ്ങനെ വരാറുണ്ട്. വെള്ളിയാഴ്ച അങ്ങനെ പള്ളിയിൽ അങ്ങനെ പരിപാടിയൊന്നും കണ്ടില്ല. ഒരുപാട് ചില ടൈമിൽ മാത്രം വീട്ടിലതിന് അങ്ങനെ ഒരുപാട് വണ്ടികൾ പോകാറുണ്ട് പള്ളിക്ക്. പക്ഷെ അടുത്തുനിന്നുള്ള ആൾക്കാരുണ്ട്, അതൊക്കെ പാലക്കാട് അങ്ങനെ ആ സൈഡിൽ നിന്ന് വരുന്ന ഒരുപാട് ദൂരത്തുനിന്ന് വരുന്ന കേട്ടിട്ട് ആൾക്കാർ വരുന്ന പള്ളിയാണ്. അതുകൊണ്ടാണ് ദൂരെ നിന്നൊക്കെ ആൾക്കാർ വരുന്നത്. നമുക്ക് മുറ്റത്തെ മുള്ളിലേക്ക് മണമില്ല പറഞ്ഞവരെ, നമുക്ക് വലിയ മണമൊന്നുമില്ല. അപ്പോൾ ഇതാണ് ഹിഡൻ സ്പോട്ട്, ഒരു ഫോറസ്റ്റിനുള്ളിലൊരു പള്ളി, കുഞ്ഞു പള്ളി. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഏട്ടൻ എന്നെ പറ്റിച്ചു. സംഭവം ഞാൻ വേറെ എന്തൊരു ഹിഡൻ സ്പോട്ട് വരെ വിചാരിച്ച്. ഇപ്പം നമ്മളെ ഒരു പള്ളിയിലിട്ട് വന്ന് നമുക്ക് തൊഴുതാനൊന്നും പറ്റിയില്ല, അകത്ത് കയറാനൊന്നും പറ്റിയില്ല, ലോക്കാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്ക് ടാറ്റാ, ബൈ ബൈ.